നമസ്കാരം, കിച്ചൂസ് കുമാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നൊരു പണിയാണ് ഇമേജിൻ്റെ റീടച്ചിങ്. എന്നാൽ സ്കിൻ സ്മൂത്തനിങ് നമുക്കൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കുറച്ച് ടൈമിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നോക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഒരു പോർട്രേറ്റ് ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇമേജ് ഓപ്പൺ ചെയ്തു. ഈ ഇമേജിൽ ഇപ്പോൾ അത്യാവശ്യം കാണാം, റിങ്കിൾസ് ഒക്കെ തന്നെ ഉണ്ട്. ഈ ഇമേജ് നമ്മൾ വളരെ കുറഞ്ഞ ടൈമിൽ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ മെർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ്. നമ്മളിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യണം. കമാൻഡ് ജെ അല്ലെങ്കിൽ വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ജെ. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ആയി. ഇനി ഈ ലെയറിനെ നമ്മൾ ഇൻവെർട്ട് ചെയ്യുകയാണ്. അതായത് കൺട്രോൾ ഐ അല്ലെങ്കിൽ കമാൻഡ് ഐ അടിക്കുന്നു. കമാൻഡ് ഐ അടിക്കുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് ലുക്കുള്ളൊരു ഇമേജായി മാറി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫിൽറ്ററിലേക്കും അതിന് മുമ്പായിട്ട് ബ്ലെൻഡിങ് മോഡ് വിവിഡ് ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇമേജിനെ കുറിച്ച് വലുതായിട്ടൊന്നും കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും അങ്ങനെ വിട്ടേക്കുക. ഓക്കെ, ഫൈനലിൽ വളരെ ബെറ്റർ ആയ ഒരു ഇമേജ് ആവും. ഓക്കെ, ഫിൽറ്ററിലേക്ക് പോവുക, അതറിൽ പോവുക, ഹൈപാസ് എടുക്കുക. ഹൈപാസ് എടുക്കുമ്പോഴത്തേക്ക് ഹൈപാസ് നോക്കുക. ഹൈപാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് കൂടുന്നതായി കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഇമേജിനെ സംബന്ധിച്ച് ഒരു അറൗണ്ട് 24 നമുക്കൊരു 24 കൊടുക്കാം. ഒരു വാല്യൂ 24 സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇമേജ് അത്യാവശ്യം സ്കിൻ ഏരിയ മാത്രം ഇപ്പോൾ നോക്കിയാൽ മതി. സ്കിൻ ഏരിയ അത്യാവശ്യം സ്മൂത്താണ്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഫിൽറ്ററിൽ പോവുക, ബ്ലർ എടുക്കുക, ഗോസിയൻ ബ്ലർ എടുക്കുക. ഗോസിയൻ ബ്ലർ എടുക്കുമ്പോഴത്തേക്ക് നോക്കുക, ഗോസിയൻ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്കിന്നിനകത്തുള്ള ടെക്സ്ചേഴ്സ്, അതായത് പോർസ് കൂടി വരുന്നതായിരിക്കണം. ഒരുപാട് ഹയർ വാല്യൂ ഇടുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്തുള്ള ഫുൾ പോർസും കൂടി വരും. അത് നമുക്ക് ഇമേജിൻ്റെ ഒരു ബെറ്റർ ആയിട്ട് ഉള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു വാല്യൂ നമുക്ക് വേണ്ട ഒരു മിനിമം ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഇമേജിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 1 റേഞ്ചിൽ അത്യാവശ്യം ഡീറ്റെയിൽ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 0.6 ആണ് ഞാൻ ഈ ഇമേജിൽ വയ്ക്കുന്നത്. ഒരു 0.6 വെച്ച് നമ്മൾ ഓക്കെ കൊടുത്തു. അടുത്ത പണി എന്നുള്ളത് ഒരു ഇൻവെർട്ട് മാസ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം സ്മൂത്ത്നെസ് ഇമേജിൽ ത്രൂ ഔട്ടായിട്ട് അപ്ലൈ ചെയ്തേക്കണം. നമുക്ക് ഇതിനകത്ത് എല്ലാ ഏരിയയിലും ഒരേപോലെ സ്മൂത്ത്നെസ് വേണമെന്നില്ല. ഡീറ്റെയിൽ വേണ്ട പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ വേണ്ട പോർഷനുകളിൽ ഡീറ്റെയിലുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ബാക്കി സ്മൂത്ത് ചെയ്യേണ്ട പോർഷനിലേക്ക് നമുക്ക് സ്മൂത്ത് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ലെയറിനെ ഇൻവെർട്ട് ചെയ്യണം. ഇൻവെർട്ട് ചെയ്യാനായിട്ട് മാക്കിലാണെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് ഈ ബട്ടൺ മാസ്ക് ഇൻവെർട്ട് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻവെർട്ട് മാസ്ക് ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്തിരുന്ന അത് മൊത്തം ഇൻവെർട്ട് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വർക്ക് എടുക്കാനായിട്ട് നമ്മൾ പോയി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യണം. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫോർഗ്രൗണ്ട് കളർ വൈറ്റും ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്കും ആണ് ചെക്ക് ചെയ്യുക. ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ജസ്റ്റ് ഡി പ്രസ് ചെയ്യുമ്പോൾ അത് സ്വിച്ചസ് റീസെറ്റ് ആവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നമ്മളിവിടെ ഫ്ലോ ഞാൻ 95 ഇടുന്നു. ഞാനത് ഫുൾ തന്നെ വയ്ക്കണം. ഇമേജ് വളരെ പെട്ടെന്നൊന്ന് ടച്ച് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഹൈലൈറ്റ് പോർഷനിൽ നമ്മൾ ഒരുപാട് വരയ്ക്കാതെ ഷാഡോ റീജിയനിലും ഒക്കെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് കാണാം ഇമേജ് സോഫ്റ്റ് ആയി വരുന്നതായി നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ഹൈലൈറ്റ് പോർഷനിൽ ചെറുതായിട്ട് ടച്ച് ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഹൈലൈറ്റ് പോർഷനിൽ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്രഷ് ടൂൾ ആകുമ്പോഴത്തേക്കും ബ്രഷ് ടൂളിൻ്റെ ടിപ്പിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്കിത് വരച്ചെടുക്കാൻ. ഇമേജിൻ്റെ ആ ഒരു ഡീറ്റെയിലും അതിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ലൈൻസൊക്കെ പ്രോപ്പറായിട്ട് നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, ഇത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റീടച്ച് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. ഓരോ ഇമേജിനനുസരിച്ച് നമ്മളിപ്പോൾ കൊടുത്ത വാല്യൂസിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ഇമേജ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാല്യൂസിൽ അപ്ലൈ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഇത്രയും സോഫ്റ്റ്നെസ് ഫസ്റ്റ് നമ്മൾ ഹൈ പാസിൽ കൊടുത്ത വാല്യൂ
ഒരു ചെറിയ ഇമേജസ് ഒക്കെ ആണെങ്കിൽ, ഒരുപാട് വൈഡായിട്ടുള്ള ഒരു ഇമേജസ് ആണെങ്കിൽ നമ്മൾ അത്രയും വലിയൊരു വാല്യൂ അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല, വളരെ ചെറിയൊരു വാല്യൂ മതിയാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി തന്നെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് ക്ലിയർ ആകുന്നു. ഓക്കെ, നമുക്കൊന്ന് ഫാസ്റ്റ് ആക്കാം. ഞാൻ ഈ ഫോട്ടോഷോപ്പിൽ അത്ര എക്സ്പെർട്ട് ഒന്നും അല്ലാത്തതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇത് നല്ലപോലെ ചെയ്ത് നല്ല നല്ല റിസൾട്ടുകൾ അയച്ചു തരിക. ഓക്കെ ഓക്കെ ഈ ഇമേജ് കാർത്തിക് ആറ്റിങ്ങൽ എടുത്ത ഒരു ഇമേജാണ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. ഓക്കെ, അദ്ദേഹത്തിന് നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഓക്കെ, ഇവിടേക്കുള്ള ഈ ടെക്സ്ചർ നമ്മൾ നോർമലി മാനുവലായിട്ട് ബ്രഷ് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ വളരെ ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്ലസ് പോയിന്റ്. അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള വർക്കുകൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് വലിയ ടെക്സ്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ചോ അങ്ങനെ ഏതെങ്കിലും ടൂളുകൾ വെച്ച് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഇമേജിന് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. നമുക്ക് ഒരുപാട് വലിയ ടെക്സ്ചറൊന്നും ഈ ഒരു മെത്തേഡിലൂടെ പോകണമെന്നില്ല. ഓക്കെ, നമുക്ക് അത്യാവശ്യം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റീടച്ചിനൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യാന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് റീടച്ച് ചെയ്യുന്നത്, ഫുള്ള് അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇതാണ് ബിഫോർ, ഇത് ആഫ്റ്റർ. ഇതായിരുന്നു ഈ ഇമേജിന്റെ ബിഫോർ ലുക്ക്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഇതാണ്, ഇതിന്റെ ബിഫോർ ലുക്ക്. ഇത്രത്തോളം ഫോട്ടോഷോപ്പ് സ്ഥിരമായി യൂസ് ചെയ്യാത്ത എനിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ സ്ഥിരമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളും സ്ഥിരമായിട്ട് ചെയ്തു നോക്കുക, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക, ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.